ഹായ് ഹലോ വെൽക്കം ടു മാജിക് ഇംഗ്ലീഷ് മൈ ഡിയർ ഫ്രണ്ട്സ്. നാളെ മുതൽ 10 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ചാലഞ്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ കൂടുമല്ലോ അല്ലേ? അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അഥവാ NLPയും ഹിപ്നോസിസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം സ്കെഡ്യൂളാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 5-6 ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളായിരിക്കും. ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് കരുതുന്നവർക്കും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടോ എന്നുള്ളത് ചുരുക്കമാണ്, അല്ലെങ്കിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഇരിക്കുന്നത് പലരും. എനിക്കറിയില്ല, എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് ഒന്നും പറയാൻ പറ്റില്ല, വൊക്കാബുലറി കുറവാണെന്നൊക്കെ അല്ലേ? നിങ്ങൾക്കറിയോ, ഒരു കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്നത് മുതൽ ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സ് കേട്ടും പരിചയിച്ചും ശീലിക്കുന്നുണ്ട്. നിങ്ങൾ അമ്മമാരുൾപ്പെടെ നിങ്ങൾക്ക് ഫോർമലായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കാര്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പല വേർഡ്സും ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ ആകാം. ശ്രദ്ധിക്കൂ, പ്ലേറ്റ്, സ്പൂൺ, അതുപോലെ തന്നെ ടേബിള്, ആ ഡ്രസ്സ് അല്ലേ, ആ ഡ്രസ്സൊന്നും എടുത്തേ, ആ ടേബിളിന്റെ മീതെ കൊണ്ട് വെച്ചേ, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതല്ലേ കുട്ടികളെടുത്ത്. കുട്ടികളത് പറഞ്ഞ് ശീലിക്കുന്നുണ്ട്. അപ്പോൾ പല വേർഡ്സും സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് തന്നെ കുട്ടികൾ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പലരും ഇപ്പോഴും പറയുന്നത് എനിക്ക് വൊക്കാബുലറി ഇല്ല, എനിക്കറിയില്ല, ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ധാരണയില്ല, ABCD അറിയില്ല എന്നൊക്കെയാണ്. നമുക്ക് ABCD അറിയോ, അല്ലെങ്കിൽ അത്യാവശ്യം വൊക്കാബുലറി ഉണ്ടോ എന്നൊന്ന് നോക്കാമല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള ലാംഗ്വേജ് എത്രത്തോളം ഉണ്ട്, വൊക്കാബുലറി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട്. അതുപോലെ 10 days കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങളത് ചെയ്തു പോയിച്ചാൽ സാധിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഐ ആം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ കൂടെ തന്നെ കൂടാ. ആൻഡ് ഓഫ് കോഴ്സ് 10 daysലുള്ള ഈ ഒരു ചാലഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുക, ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി ഒരു നോട്ടൊക്കെ വെച്ചോളൂ. പിന്നെ ഇച്ചിരി വിഷ്വലൈസേഷൻസ്, അഫർമേഷൻസ്, അങ്ങനെ കുറച്ച് പോസിറ്റീവ് ടെക്നോളജി കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ ഇംഗ്ലീഷിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ എല്ലാം ആവശ്യമുണ്ട്. നമ്മൾക്ക് സാധിക്കും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അത് ആവശ്യകതയാണല്ലോ അല്ലേ? സോ നിങ്ങൾ നാളെ മുതലുള്ള ചാലഞ്ചിൽ കേൾക്കുക. കോമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ കോമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എന്നെ ഇൻഫോം ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക്. ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ അറിയും പക്ഷേ വൊക്കാബുലറി കുറവാണ്, ഒട്ടും സംസാരിക്കാൻ പറ്റണില്ല, കോൺഫിഡൻസ് ഇല്ല, ഇനി ഉള്ള ലാംഗ്വേജ് തന്നെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റണില്ല, അപ്പോൾ എന്താ സംസാരിക്കാൻ പറ്റാത്തതെന്ന് അറിയില്ല, ഞാൻ അങ്ങ് സൈലൻ്റ് ആയി പോവുകയാണ്, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഉള്ളവരുണ്ടല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പരിഹാരമാകുമെന്ന് കരുതണോ? ഈ 10 days ഞാൻ എന്താ കൂടെ തന്നെയുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഷെയർ ദിസ് ലിങ്ക്. പ്ലേലിസ്റ്റും അതുപോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അതാത് ദിവസത്തെ വർക്കൗട്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ എഴുതി എത്രത്തോളം ചെയ്തു, എത്രത്തോളം ചെയ്യാൻ പറ്റി, എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കോൺഫിഡൻസ് ബിൽഡായി തുടങ്ങിയോ, എല്ലാം നിങ്ങൾ കോമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പം ശരി, നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.